ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിനെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് ആർ ബിയുടെ സൈഡിൽ നിന്ന് റിപ്പോ നിരക്കിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. ഇന്നും നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി PSU ബാങ്ക് എന്നീ സെക്ടേഴ്സ് ഒഴികെ ബാക്കി ഓൾമോസ്റ്റ് സെക്ടേഴ്സ് എല്ലാം റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 50 ഇന്ന് 24,574 ക്ലോസ് ചെയ്തപ്പോൾ 75 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ബാങ്ക് ഇന്ന് 55,411 ക്ലോസ് ചെയ്തപ്പോൾ 50 പോയിൻറ്റ്സിന് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ്പ് 56,749 ക്ലോസ് ചെയ്തപ്പോൾ 457 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 17,662 ക്ലോസ് ചെയ്തപ്പോൾ 1.13% കുറവാണ് കാണാൻ സാധിച്ചത്. ഓൾമോസ്റ്റ് 201 പോയിൻറ്റ്സ് ഇടിഞ്ഞു. ഇന്ത്യ വിക്സ് ഇന്ന് 11.96 ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 8543 ക്ലോസ് ചെയ്തപ്പോൾ 166 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കാണാൻ സാധിച്ചത്. താരിഫിൻ്റെ ഇഷ്യൂ ഒക്കെ നിലനിൽക്കുന്നതുകൊണ്ട് മാർക്കറ്റ് എപ്പോഴും ഒരു എങ്ങോട്ട് പോകണമെന്നുള്ളൊരു അറിയാത്തൊരു കണ്ടീഷനിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. FII DII ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാലും DII 6,794 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സായെന്ന് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ FII വീണ്ടും സെല്ലിംഗ് തുടരുകയാണ്. ഇന്ന് 4,999 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സായിരുന്നു FII. ഇന്നലെ വെറും 22 കോടി രൂപയ്ക്ക് മാത്രമേ FII സെല്ല് ചെയ്തിരുന്നുള്ളൂ. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓട്ടോ ഒന്ന് 23,748 ക്ലോസ് ചെയ്തപ്പോൾ 127 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 34,683 ക്ലോസ് ചെയ്തപ്പോൾ 231 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 2 പോയിൻറ്റ്സ് കുറഞ്ഞ് 26,371 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി FMCG 55,230 ക്ലോസ് ചെയ്തപ്പോൾ 502 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 14,223 ക്ലോസ് ചെയ്തപ്പോൾ 258 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 90,180 ക്ലോസ് ചെയ്തപ്പോൾ 24 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി IT 608 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 34,426 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മീഡിയ 1620 ക്ലോസ് ചെയ്തപ്പോൾ 19 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മെറ്റൽ 37 പോയിൻറ്റ്സ് കുറഞ്ഞ് 9298 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 26 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 11,018 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 446 പോയിൻറ്റ്സ് എബൌട്ട് 2% ഇടിവാണ് നിഫ്റ്റി ഫാർമയുടെ സൈഡിൽ നിന്നുണ്ടായത്. 21,523 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് ഇന്ന് 40 പോയിൻറ്റ്സിന് ഗെയിൻ ഉണ്ടായി 6,889 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 13 പോയിൻറ്റ്സ് കുറഞ്ഞ് 894 ക്ലോസ് ചെയ്തത്. ഇന്ന് നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി IT, നിഫ്റ്റി മീഡിയ ആൻഡ് നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് എബോ 1% ഇടിവാണ് കാണാൻ സാധിച്ചത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 697 കമ്പനികൾ മാത്രമേ ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തുള്ളൂ. ബാക്കി 1,988 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഏഷ്യൻ പെയിൻറ്റ് 1.94% റാലി നടത്തി. HDFC ലൈഫ് 1.88%, M&M 0.87%, ബെൽ 0.69%, കോൾ ഇന്ത്യ 0.67%, അദാനി പോർട്സ് 0.65%, SBIN 0.52%, HDFC Bank 0.48%, Trend 0.33% ആൻഡ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ 0.21% റാലിയാണ് നടത്തിയത്. ലൂസേഴ്സിന് കഴിഞ്ഞ് വിപ്രോ 2.50% ഫോൾ നടത്തി. സൺ ഫാർമ 2.37%, ജിയോ ഫിനാൻസ് 2.06%, ടെക്കാം 2.05%, ഇൻഡസ്ഇൻഡ് ബാങ്ക് 1.97%, ഇൻഫി 1.87%, ഡോക്ടർ റെഡ്ഡി 1.75%, ഹീറോ മോട്ടോകോപ്പ് 1.69%, ബജാജ് ഫിനാൻസ് 1.68%, HCL ടെക് 1.54% ഫോളാണെന്ന് കണ്ടത്. ഇതൊരു ബയോ സെല്ലർ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2024 ഓഗസ്റ്റിൽ നിഫ്റ്റി 25,235 ക്ലോസ് ചെയ്തത്. അവിടെ നിന്ന് ഇന്ന് 24,574 നിൽക്കുമ്പോൾ കഴിഞ്ഞ 12 മാസത്തിൽ 2.62% ലോസാണ് നിഫ്റ്റിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 23,742 നിഫ്റ്റി സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് 24,574 നിൽക്കുമ്പോൾ 3.50% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 24,722 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 24,649 ക്ലോസ് ചെയ്തു. വെനസ്ഡേ ഇന്ന് 24,574 ക്ലോസ് ചെയ്തത്. ഈ ആഴ്ച 0.04%
പ്രോഫിറ്റ് മാത്രമേ നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇതാണ് പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.